ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ് കാരമൽ പോപ്കോൺ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പോപ്കോൺ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല അത്, പിന്നെ ബ്രൗൺ ഷുഗർ. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പഞ്ചസാര എടുത്താലും മതി. പിന്നെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഈ ബ്രൗൺ ഷുഗർ ഒരു അര കപ്പോളം ഉണ്ട്. അത് നമുക്ക് കാരമലൈസ് ചെയ്യാം. നമ്മൾ സാധാരണ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കഴിക്കാറുണ്ട് പോപ്കോൺ അല്ലേ. അപ്പോൾ എനിക്ക് ഈ സാധനം ഞാൻ പറയാം, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര മധുരപ്രിയയാണ് ഞാൻ. അപ്പോൾ ഈ കാരമൽ പോപ്കോൺ ആണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാവും എനിക്ക്. കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. നമുക്കത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. നൂൽപ്പരിപ്പാവില്ലേ, അത് തന്നെ മതി ഇതിന്. ഒരുപാട് കൂട്ടുകാർ നല്ല കമൻസൊക്കെ ഇടാറുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ കാണാത്ത കൂട്ടുകാരോട് പറയുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. കണ്ടില്ലേ, അത് ആയി വരുന്നിട്ടുണ്ട്. സാധാരണ പഞ്ചസാരയാണെങ്കിൽ അതിൻ്റെ നിറം മാറുമല്ലോ. ഇത് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചുകൊണ്ട് ഈ കളർ തന്നെയായിരിക്കും. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പോപ്കോൺ റെഡിയാക്കാം. ഞാനിതിലേക്ക് പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പോപ്കോണിന് അനുസരിച്ചിട്ടുള്ള നെയ്യ് മതി. കുറച്ച് പോപ്കോണേ ഞാൻ എടുത്തിട്ടുള്ളൂ. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. നെയ്യ് ഉരുക്കിയിട്ടുണ്ട്. നമുക്ക് എരിവുള്ളതും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ സെയിം പ്രോസസ്സാണ്. അതിലേക്ക് ഇടുക പോപ്കോൺ. നമുക്ക് അടച്ച് വെക്കുക. അതൊന്ന് ഇളകാൻ വേണ്ടിയിട്ട് അടപ്പോട് കൂടി തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. പൊട്ടി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തവി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടത്തും നെയ്യ് പറ്റാൻ വേണ്ടിയിട്ട്. ബട്ടറാണെങ്കിൽ ബട്ടർ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് അറിയാമല്ലോ, അടച്ചു വെച്ചിട്ടാണ് എപ്പോഴും പോപ്കോൺ ഉണ്ടാക്കേണ്ടത്, ഇല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. കണ്ടില്ലേ, ഇങ്ങനെ പോപ്കോൺ മെഷീനകത്തൊക്കെ ഇതിങ്ങനെ വരുന്ന കണ്ടില്ലേ. അതുപോലെ നമുക്ക് ഇവിടെ നല്ല പോപ്കോൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് ഫുള്ള് പൊട്ടി വിടരുന്ന വരെ നമുക്ക് അതുപോലെ വയ്ക്കാം. അതുപോലെ ഫ്ലെയിം എപ്പോഴും ഒരു ലോയിൽ വയ്ക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും.
നല്ല രസമല്ലേ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാൻ. സിനിമ എന്ന് പറയുമ്പോഴേ നമുക്ക് പോപ്കോൺ ആണല്ലേ ഓർമ്മ വരണേ. അതിൻ്റെ കൂടെ ഇടയ്ക്ക് കഴിക്കാനുള്ള സാധനം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടുപ്പ് മാറ്റാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒന്നും പൊട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പം ഏകദേശം എല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സുന്ദരി കുട്ടികളായിട്ടുള്ള പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമൽ ചെയ്ത് നേരത്ത് വെച്ചിരുന്ന ആ ഷുഗറിൽ ഇതിനകത്തേക്ക് ഒഴിക്കുക വേണ്ടത്. നിങ്ങളതിന് മുമ്പ് ഇതിൻ്റെ ഇടയിൽ കരിഞ്ഞതോ പൊട്ടാത്തതോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. ഇതിലേക്ക് ഒരു തവി കൊണ്ട് ഇതുപോലെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ കാരമൽ റൈസ്ഡ് ഷുഗർ ഒഴിച്ചു കൊടുക്കുക. അവസാനം ഒന്ന് ഇളക്കുകയും വേണ്ട. ഇപ്പം എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുകയും വേണം, ഒന്ന് ഇളക്കുകയും ചെയ്യണം. അപ്പം ആ നെയ്യുടെയും ആ ഷുഗറിൻ്റെയും പോപ്കോണിൻ്റെയും എല്ലാം കൂടെ നല്ല സ്വാദാണ്. ഇവിടെ ഇതുണ്ടാക്കി നിമിഷ നേരം കൊണ്ട് തീർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല അടിപൊളി കാരമൽ പോപ്കോൺ റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക.